ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അമറാത്ത് ഹൈറ്റ്സിൽ പോവാണ്. അവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്നൊരു അടിപൊളി ഹെയർ പിൻ വളവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഹെയർ പിന്നോ? അതിന്റെ മീനിങ് എന്താ? ഹെയർ പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെയർ പിൻ പോലെയുള്ള വളവുകൾ നല്ല മലയിലേക്ക് കയറി പോവുകയാണ്. നമ്മൾ അമറാത്ത് റോഡാണിത്. അമറാത്ത് ബോഷർ റോഡാണ്. ഓക്കെ, അപ്പൊ അത് കണ്ടു നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി റോഡാണ്. ഇനിയിപ്പോ കയറ്റം തുടങ്ങാണ്. നോക്കിക്കോളും, നല്ല രസം കാണാം. അടിയിൽ എന്തോ ഒരു സ്ഥലം പോലെ ഫിക്സ് ചെയ്തേക്കാണ്. നല്ല ഭംഗിയാണത് കാണാൻ. അതാണ് ഈ റോഡ് ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. എത്ര ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടെന്ന് നോക്കുക അവര്. മണ്ണ് വരെ ഇടിഞ്ഞ് താഴോട്ട് പോരായിരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഷാർപ്പാണ്. നല്ല ഷാർപ്പാണ് കണ്ടോ. ഷാർപ്പ് ടേണാണ്. അതുപോലെ തന്നെ നല്ല കയറ്റമാണ്. അത് അവിടെ എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ട്. മറ്റേ ഫോണിന്റെ നെറ്റ്വർക്ക് സംഭവം ചെയ്യല്ലേ. അധികം സമയം എടുക്കില്ല. മറ്റേ ഇത് ഒരുപാട് നാളത്തെ ഒരു പരിശ്രമം കൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്ര വലിയ റോഡ് പണിതത് അല്ലേ. സമയം എടുക്കില്ല. സമയം എത്ര എടുക്കുമെന്ന് അറിയില്ല. ഓഫ് റോഡിംഗ് ഒന്നുമല്ല. ഇതിന്റെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ്. പോവാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊക്കെ നോക്കുന്നില്ല. അവര് പൊളിച്ച് അത് പോവാൻ പറ്റുന്നതാണെന്ന് എനിക്കത് പോവാൻ പറ്റില്ല. അല്ലേ അതായത് വണ്ടിയിലെ പോകുന്നതാണ്. സോറി ഗൈസ്. സൈഡ് ചേർത്തിട്ട് അധികം പോകാനാവില്ല. കാരണം ഇത് കണ്ടിട്ടില്ലേ? ചുച്ചു കണ്ടിട്ടില്ല. ഇങ്ങനെ അതായത് കല്ലടിക്ക് വെച്ചിട്ട് അതില് നെറ്റ് വെച്ച് കെട്ടും. നാട്ടില് നമ്മള് മതിൽ കെട്ടുന്ന മാതിരി അല്ല. സാധാരണ കല്ലങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആരെങ്കിലും ഒക്കെ തട്ടിയാൽ താഴെ പോയില്ലേ. പോവാതിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ പുറമെ നെറ്റ് ഇട്ടിട്ട് അത് ഫിക്സ് ചെയ്യും. അപ്പൊ ഇനി ഒരു കാരണവശാലും അത് താഴെ പോലും നല്ല മതില് പോലെ അല്ലേ. നമ്മള് നാട്ടില് ചെയ്യുമ്പോ നാട്ടിലല്ലെങ്കിൽ എല്ലായിടത്തും ചെയ്യുമ്പോ വരുന്ന കല്ല് മാത്രം അടുക്കി വെക്കും. അപ്പൊ കല്ലടിക്ക് വെച്ചാൽ കല്ലെല്ലാം കൂടി നടന്നു പോകും. പക്ഷേ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണത്. നമുക്ക് മാത്രമുള്ള റോഡ് പോലെ ആരുമില്ല റോഡില്. പക്ഷേ നോക്കാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ റോഡ് കുറെ ഉണ്ടോ? അതല്ലേ ആൾക്കാരുണ്ട് അവിടെ. അതൊരു വലിയ വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് റോഡ് ഭയങ്കരമായിട്ട് കാണാം. അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇതെങ്ങനെയുണ്ട് ഈ റോഡ്? എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. ഇതാണ് അമറാത്ത് കൊറിയാത്ത് സൂറിലേക്കുള്ള റോഡ്. ഇത്രയും മനോഹരമായിട്ട് അത് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് ഒരു ഏരിയൽ വ്യൂ. പോസ്റ്ററാണ്. മസ്കറ്റ് പോർഷ
അഗ്രികൾച്ചർ ഏരിയയിൽ ഒരു ഏരിയൽ വ്യൂ ആണ് ഈ കാണുന്നത്. ഇത്രയും മല ഇങ്ങനെ താഴേക്ക് വെട്ടി, ഇനിയുണ്ട് മുകളിലേക്ക്. ഇത്രയും സ്ഥലം ഇങ്ങനെ വെട്ടി താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 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 വെട്ടി സ്റ്റെപ്പായിട്ട് വെട്ടിയിട്ടാണ് താഴെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കൂ. താഴെ റോഡുകൾ, അതിൻ്റെ റൗണ്ട് ബോട്ടുകൾ ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊരു റൗണ്ട് ബോട്ടാണ്. ഇങ്ങനെ നമ്മൾ ഈ ചുരം ഇറങ്ങി ഇങ്ങനെ അങ്ങനെ പോയിട്ട് ആ റോഡ് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് നേരെ കടലാണ്. പിന്നെ അതാ കടലാണ് കാണുന്നത്. കടലിൻ്റെ അവിടെ അവിടെ ഇങ്ങനെ ഈ കാണുന്നതാണ് ഡീസാനിറ്റേഷൻ പ്ലാന്റ്. അവിടെ സന്ധ്യാസമയത്ത് തെരുവിളക്കുകളൊക്കെ കത്തിയ സമയത്ത് അമറാത്ത് റോഡിൻ്റെ ഭംഗി കാണാം. നല്ല ഗോൾഡൻ കളറിൽ തെരുവുകളിലെ ലൈറ്റുകൾ മുഴുവനും കത്തിയപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അമറാത്ത് റോഡ് ഈ ഉയരത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ